ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു കാലത്തിൽ ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല, 9 വയസ്സുവരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാണ്. ഈശ്വരാ, എനിക്കെന്താ സംഭവിച്ചത്? ഇത്രയും കാലം സച്ചേട്ടൻ തൊട്ടടുത്തുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ ദൈവമേ. ഡോക്ടർ നേരത്തെ അമ്മയോട് പറഞ്ഞായിരുന്നു ആക്സിഡന്റ് പറ്റിയപ്പോ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടെന്ന്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയും ശിശിരിയും ഗോകുലും മോളും എല്ലാം നിന്റെ കൂടെയുണ്ട്. മോനെ, സമൃദ്ധ മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. സമൃദ്ധ? ഈശ്വര, സ്വന്തം പേര് കൂടി ഓർക്കാൻ പറ്റുന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടിട്ടും എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന എന്റെ സച്ചേന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. സച്ചേനില്ലാത്തൊരു ജീവിതം എനിക്കില്ല. എടുത്തുചാടി ഒന്നും ചെയ്യേണ്ട സമയമല്ലേ ഇത്. അങ്ങനെ ചെയ്താൽ ആപത്തിലാവാൻ പോകുന്നത് നിന്റെ സച്ചേട്ടന്റെ ജീവനായിരിക്കും. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് അവന്തിക മനസ്സിലാക്കിയ ആ നിമിഷം അവൾ സച്ചേട്ടനെ ഇല്ലാതാക്കും. തനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? താൻ ഓക്കെ അല്ലേ? വീടെത്തിയപ്പോ താൻ പഴയ സമൃദ്ധിയായി. എടോ, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ കണ്ടാ മതി. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു. ഇനി നമ്മുടെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ദൈവം സഹായിച്ചെല്ലാം നന്നാവും. ഞാനും താനും നമ്മുടെ മോളും നമ്മുടെ ഈ കൊച്ചു സന്തോഷം മതി നമുക്ക്. അല്ലടോ? എന്താടോ താന്നും മിണ്ടാത്തെ? സച്ചിയുടെ കാര്യം ഓർത്തിട്ടാണോ? അയ്യോ, താൻ പേടിക്കണ്ട. അത് അയാളുടെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയതാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. മോളെ, നീ സച്ചി ഒന്ന് വിളിച്ചു നോക്കി. ഇന്നലെ പോയത് പിന്നെ അവൻ ഇതുവരെ വിളിച്ചിട്ടില്ല. സച്ചേട്ടൻ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞിരുന്നേ? ഊണിന് അവൻ ഉണ്ടാവുമാവോ? നീ ഒന്ന് വിളിച്ചു നോക്കിയേ മോളെ. അതിനെന്തിനാ ഇപ്പൊ വിളിച്ച് ചോദിക്കുന്നേ? അമ്മ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? എടി, ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ എന്തോ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സസ്പെൻസ്? അതെന്താണെന്ന് അവൻ വന്നാലല്ലേ അറിയൂ. എടി, നീ അവനൊന്ന് വിളിച്ചേ. അമ്മ നല്ല ഒന്നാന്തര മീൻകറി വെച്ചിട്ടുണ്ടെന്ന് അവനോട് പറ. അമ്മേ, ഗൂഗിൾ സാറിന്റെ ഭാര്യയുടെ കാര്യം എന്തായി? ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഞാനതൊന്നും അവനോട് ചോദിച്ചില്ല. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവൻ പറഞ്ഞു. എടി, നീ ഒന്ന് വിളിക്കടി. ഈ അമ്മ എന്താടി, കിട്ടുന്നില്ലേ?
ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇവനെന്താ ഫോൺ എടുക്കാത്തേ? അമ്മ ഏട്ടൻ വണ്ടി ഓടിക്കായിരിക്കും. അത് പിന്നെ ആ സമയത്ത് ഞാൻ അല്ല, സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന തന്നെയാ ഞാൻ വിശ്വസിച്ചത്. പിന്നെ ചിലരുടെ കാര്യത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഉടനെ ഓർമ്മ കിട്ടണമെന്നില്ല. മറ്റു ചിലർ ഓർമ്മ കിട്ടിയാലും അത് പുറമെ പ്രകടിപ്പിക്കണമെന്നില്ല. ആ, നിന്റെ ഭർത്താവിന്റെ കാര്യം അങ്ങനെ ആയിരുന്നല്ലോ. എഴുന്നേറ്റ് നടന്ന അടുക്കളയിൽ പോയി കട്ടൻ ചായ ഇട്ടിട്ടും നീ അറിഞ്ഞില്ലല്ലോ. അതും ശരിയാ. അതൊരു വല്ലാത്ത പറ്റായിപ്പോയി. അങ്ങേരൊരു സൂചന പോലും തന്നില്ല. അതിന്റെ ഷോക്കിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാ ഇതും ഞാൻ നിന്റെ അടുത്ത് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞത്. ഇതും അതുപോലെ എന്തേലും ആണെന്ന് അറിയണമല്ലോ. സമൃദ്ധിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ ശ്രദ്ധിക്കാം. എന്തെങ്കിലും ഒരു മാറ്റം വന്നാ ഞാൻ അന്നേരം വിവരം അറിയിക്കാം. ആ ശരി, ഓക്കെ. ഇനി അവന്തിക പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ആ, ചായ കൊണ്ട് രാജീവേട്ടന് കൊടുക്കാം.